പൂരലഹരിയിൽ അലിഞ്ഞു തൃശൂർ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാനെത്തിയതോടെ പൂരത്തിന് തുടക്കമായി. ആനപ്രേമികളുടെ പ്രിയങ്കരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എത്തിയത് കാണാൻ വൻ തിരക്കാണ് ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. ഘടകപൂരങ്ങൾക്ക് ശേഷം ആവേശമായി തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം അരങ്ങേറി. 125 വാദ്യ കലാകാരന്മാർ ഒരുക്കിയ മേളപ്പെരുക്കം ആസ്വാദകരുടെ മനം കവർന്നു. ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടിനെ തുടർന്ന് കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി. ജനസഞ്ചയം തേക്കിൻകാട്ടിലേക്ക് ഒഴുകുകയാണ്. അവിടെ നിന്നും സച്ചിൻ വള്ളിക്കാടാണ് നമുക്കൊപ്പം ചേരുന്നത്. സച്ചിൻ, ചില സങ്കടത്തിനിടയിലും പൂരം അതിൻ്റെ എല്ലാ ആചാരപ്പെരുമയോടും കൂടി നടത്തപ്പെടുകയാണ്. അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ മുഴുവനായും. തൃശ്ശൂരിലേക്ക് ജനസഹസ്രങ്ങൾ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇനിയുള്ളത് എന്തൊക്കെയാണ്? ഒപ്പം പൂരാവേശം എത്രത്തോളം? ശ്യാംലി, മഠത്തിൽ വരവ്, അതായത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ലോകത്ത് ഏവരും കാത്തിരിക്കുന്ന ലോകപ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. കിഴക്കോട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് മേളം നടക്കുക. അതിൻ്റെ ഏകദേശം ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നിലവിൽ പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് തൃക്കടവൂർ ശിവരാജൻ അല്പസമയത്തിനുള്ളിൽ മുൻപാണ് ഈ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ വാദ്യമേളങ്ങൾ ആരംഭിക്കും. ഇലഞ്ഞിത്തറ മേളം, ലോകപ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളത്തിൽ കിഴക്കോട്ട് അനിയന്മാർ പ്രമാണിത്വം വഹിക്കുന്നത്. 200-ലധികം വാദ്യമേളക്കാരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുക. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരുള്ളത്. പൂരാവേശത്തിൽ തന്നെ ശ്യാംലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ദുഃഖത്തിനിടയിലാണ്, ദുഃഖം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് പൂരപ്രേമികളെല്ലാം ഇത്തവണത്തെ പൂരം ആഘോഷിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ശാലയിൽ നടന്ന ദുരന്തത്തിൽ 15ഓളം പേരാണ് മരിച്ചത്. ഇനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട്. അത്തരം ഒരു ദുരന്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത്. എന്തായാലും ആഘോഷങ്ങളെല്ലാം, വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചടങ്ങുകൾ മാത്രമാക്കി ചുരുക്കിയാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തുന്നത്. പ്രധാനമായും വെടിക്കെട്ടുകൾ ഇരുവിഭാഗവും, തിരുവമ്പാടിയും പാറമേക്കാവും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ടും അതേപോലെ തന്നെ നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന പ്രധാന വെടിക്കെട്ടും നാളെ പകൽ നടക്കാൻ പോകുന്ന പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടടക്കം ഒഴിവാക്കിക്കൊണ്ട് ഒരു കതിന മാത്രം പൊട്ടിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് മാത്രമാക്കിക്കൊണ്ട് വെടിക്കെട്ട് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ വളരെ ഭംഗിയായി തന്നെ തൃശ്ശൂർ പൂരം കൊണ്ടാടുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് കണിമംഗല ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെട്ടത്. അതോടുകൂടെ പൂരത്തിന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുകയായിരുന്നു. ഇന്നലെ എറണാകുളം ശിവകുമാർ പൂര വിളംബരവുമായി തെക്കേ ഗോപുര നട തുറന്നിരുന്നു. അതും വലിയ രീതിയിലുള്ള പങ്കാളിത്തം, പൂരപ്രേമികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടെ കണിമംഗല ശാസ്താവ് ആദ്യമായി മഞ്ഞും വെയിലും ഒന്നും കൊള്ളാതെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി. തുടർന്നാണ് 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ഭഗവതിമാരും ദേവീദേവന്മാരെല്ലാം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഘടകപൂരങ്ങളെല്ലാം തന്നെ പൂരപ്രേമികളാൽ തന്നെ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ്. ചെമ്പൂക്കാവ് ഘടകപൂരമാണ് ഏറ്റവും വലിയ ആവേശം തീർത്തത്. അത് പ്രധാനമായും തൃശ്ശൂരുകാരുടെയും മലയാളികളുടെയും ഒക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു
തന്നെയായിരുന്നു ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പൂരനഗരിയിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെ രാമനെ കാണാൻ വേണ്ടി തൃശ്ശൂർ നഗരത്തിലും അതേപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു പൂരാവേശം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ തന്നെ മേളമാണ് ഇനി കാത്തിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടിയുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി, ഇനി മേളച്ചൂടിലേക്ക് അങ്ങ് കടക്കുകയാണല്ലോ. പൂരപ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളം അത് എപ്പോഴാണ് ആരംഭിക്കുക? 2 മണിക്കാണോ? എത്ര മണിക്കാണ് അതിലേക്കൊക്കെ കടക്കുക? എന്തൊക്കെയാണ് പ്രസാദ് ഇപ്പോൾ എവിടെയാണ്? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഷമിലി, ഞാനിപ്പോൾ എലഞ്ഞിത്തറ മേളം നടക്കുന്ന എലഞ്ഞിത്തറയിലാണുള്ളത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പാറമേക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് വന്നിട്ടുണ്ട്. ഇനി 2:30 ആയിരിക്കും മേളം തുടങ്ങുക. നമുക്കിവിടെ കാണാം അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളുമെല്ലാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ 2:15 അല്ലെങ്കിൽ 2:30 തുടങ്ങി പിന്നെ ഒരു 2.5 മണിക്കൂർ നീളുന്ന ഒരു മേളമാണ്. 300-ഓളം വാദ്യ കലാകാരന്മാർ, കിഴക്കൂട്ട് അനിയന്മാരാരുടെ അദ്ദേഹമാണ് മേളപ്രമാണിയായി മാറുന്നത്. അദ്ദേഹം 4ാമത്തെ തവണയാണ് ഇതിൽ എലഞ്ഞിത്തറ മേളത്തിന് മേളപ്രമാണിയാവുന്നത്. നമ്മളോടൊപ്പം പാറമേക്കാവിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ ചേരുന്നുണ്ട്. എലഞ്ഞിത്തറ മേളത്തിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അതെ, എല്ലാവരും മേളത്തിനെ ആസ്വദിക്കുന്നവർ, മേള ഭ്രാന്തന്മാരെന്ന് തന്നെ നമുക്ക് പറയാം. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നേരം പാറമേക്കാവിലെ തിടമ്പേറ്റി ആനയുടെ ഇതിൻ്റെ എലിഞ്ഞിമരച്ചോട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള എലിഞ്ഞിത്തറ മേളം നമ്മൾ ആരംഭിക്കും. ഒരു 2-2.5 മണിക്കൂർ നേരം അത് നീണ്ടു നിൽക്കുന്ന ഒരു മേളമാണ്. ഏകദേശം ഒരു 300-ൽ പരം കലാകാരന്മാർ. ഇതിനുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ഓർക്കസ്ട്രയിൽ പോയാലും അതിന് നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ റിഹേഴ്സൽ നടത്തും. ഇവിടെ ഈ പാണ്ടിമേളത്തിനോ അല്ലെങ്കിൽ പഞ്ചാരി മേളത്തിനോ യാതൊരു തരത്തിലുള്ള റിഹേഴ്സലും ഇല്ല. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ അവരുടെ ആ കലയിൽ അവർ മാസ്റ്റേഴ്സാണ്. അവർക്ക് ഒരു റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല. രാവിലെ വരുന്നു, ചെണ്ട തോളത്തിടുന്നു, അല്ലെങ്കിൽ കൊമ്പ് അല്ലെങ്കിൽ കുഴൽ അല്ലെങ്കിൽ ഇലത്താളം, ഇതെന്ന് പറയുന്ന അവർ മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഒരു പ്രത്യേകത വെച്ചാൽ വഴിപാടായിട്ട് കൂടി ആളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നൊരു ഇതാണ്. പക്ഷേ അവരൊന്നും നമ്മളെ സാധാരണഗതിയിൽ നമ്മുടെ നമ്മുടെ ലിസ്റ്റുണ്ട്. ഇപ്പോൾ ഉരുട്ട് ചെണ്ട 15 അല്ലെങ്കിൽ മറ്റേത് 45 അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുണ്ട്. അതിലൊന്നും അവർ പെടില്ല. പക്ഷേ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ആ മാധുര്യം കൂട്ടുകയല്ലാതെ ഒരു കാരണവശാലും കുറയ്ക്കില്ല. പക്ഷേ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ എലഞ്ഞിത്തറ മേളം കാണാൻ ഇപ്പോൾ കണ്ടവർ തന്നെ എല്ലാ തവണ എല്ലാ പൂരക്കാലത്തും അത് തന്നെ ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ മറ്റൊന്നും കാണാൻ പോകാതെ ഇതിനു വേണ്ടി തന്നെ കത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമ്പം വരാൻ? ലോകത്ത് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു മേള വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കൽ കിട്ടുന്ന ഈ അവസരം എല്ലാവരും അത് ആസ്വദിക്കാൻ വരികയാണ്. വേറെ എന്തെല്ലാം മേളങ്ങളും വേറെ എന്തെല്ലാം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിൽ പ്രത്യേകിച്ച് ആചാരം അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു മേളം എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ 32 കൊല്ലമായി. ഈ 32 വർഷമായിട്ട് ഒരു കൊല്ലം പോലും ഭഗവതിയുടെയും വടക്കുന്നാഥൻ്റെയും അനുഗ്രഹം കൊണ്ട് മുടക്ക് വന്നിട്ടില്ല. അത് ഇതുകൊണ്ടാണ്. ഒരു കൊല്ലം കേട്ടാൽ നമുക്ക് മതി വരില്ല. അത് അടുത്ത വർഷം നമ്മളത് കേൾക്കാൻ പിന്നെ നേരെ കുടമാറ്റത്തിലേക്കാണ്. ഇത്തവണ വരെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമയം അല്പം കുറച്ചിട്ടുണ്ട്. 15 മിനിറ്റ് നേരാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 15 കുടയാണ് മാറാൻ ഉദ്ദേശിക്കുന്നത്. അത് മാറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മരിച്ച ദേഹത്തോടും അവരുടെ കുടുംബത്തോടും നമ്മുടേതായിട്ടുള്ള ആദരം സൂചിപ്പിച്ചിട്ടാണ് അതൊരു ചടങ്ങായിട്ട് മാറ്റുന്നത്. അത് വെടിക്കെട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ കളഞ്ഞു. കാരണം അദ്ദേഹമാണ് വെടിക്കെട്ട് 2 കൊല്ലം മുന്നേ പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയിൽ ഒരുമിച്ച് വെടിക്കെട്ട് അല്ല കഴിഞ്ഞതിന് മുന്നിലത്തെ പ്രാവശ്യം അദ്ദേഹമായിരുന്നു 2020. അദ്ദേഹത്തോടുള്ള ആദരം ത്തോടനുബന്ധിച്ചാണ് നമ്മുടെ വെടിക്കെട്ട് ഇത്തവണ സിംബോളിക്കായിട്ട് ഒരു കഥനയിൽ അവസാനിച്ചത്. സാമ്പിളിന് ഒരു കഥന പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു കഥന, നാളെ വൈകിട്ടൊരു കഥന. അതോടെ ഈ വർഷത്തെ വെടിക്കെട്ട് അവസാനിച്ചു. എന്തായാലും എല്ലാവരും എലഞ്ഞിത്തറ മേളം കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇവിടെ കാണുന്നുണ്ടാവും ഷാമിലി, ആളുകളെല്ലാം ഇടം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പലതരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടുകൂടി ആളുകൾ പൂരത്തിലേക്ക് കാണുന്ന ആളുകളുണ്ട്. അതോടെ തന്നെ പക്ഷേ ചില ആളുകൾക്ക് ഇപ്പം മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എലഞ്ഞിത്തറ മേളം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എല്ലാ ചടങ്ങുകളും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷേ ചില ആളുകൾ
സെലക്ട് ചെയ്ത് മാത്രം വരുന്നവരുണ്ട്. എന്തായാലും ഇവിടെ കുറച്ച് ആളുകൾ നമുക്ക് കാണുന്നുണ്ട്. ശരി പ്രസാദ്, എന്തായാലും എലിഞ്ഞിത്തറ മേളം കാണാനുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അവിടെ നമുക്ക് ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കാണാം. അവരുടെ കണ്ണും കാതും മനസ്സും നിറയ്ക്കുന്ന എലിഞ്ഞിത്തറ മേളം ഉടൻ അല്പസമയത്തിനകം തുടങ്ങും. അപ്പോൾ ആ നിലയ്ക്ക് ആ മുറയ്ക്ക് അങ്ങോട്ടേക്ക് നമ്മൾക്ക് വീണ്ടും ദൃശ്യങ്ങളും അവിടുത്തെ ശബ്ദവും ഒക്കെ കേൾക്കാൻ നമുക്ക് വീണ്ടും പൂര നഗരിയിലേക്ക് നമുക്ക് പോകാം.